നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ഇത്തവണയും കിരീടം നിലനിർത്താനാകുമോ? ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഗ്രൂപ്പ് റൗണ്ടിലെ 2 മത്സരങ്ങളും അനായാസം വിജയിച്ച അർജന്റീന ഫുട്ബോൾ ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 3-ാം മത്സരത്തിന് ഒരുങ്ങും മുമ്പ് തന്നെ റൗണ്ട് ഓഫ് 32-വിലെ എതിരാളികളെ അറിഞ്ഞിരിക്കുകയാണ്. ഈ വേൾഡ് കപ്പിനെ ശരിക്കും ഞെട്ടിച്ച ക്യാപ് വെർദെയാണ് അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32-വിലെ എതിരാളികൾ. സ്പെയിനിനെയും ഉറുഗ്വേയെയും എല്ലാം വിറപ്പിച്ചുകൊണ്ടാണ് ക്യാപ് വെർദെ അർജന്റീനയ്ക്കെതിരെ റൗണ്ട് ഓഫ് 32-വിലേക്ക് യോഗ്യത നേടിയെടുത്തത്. നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ 67-ാം സ്ഥാനക്കാരാണ് ക്യാപ് വെർദെ. അർജന്റീനയ്ക്ക് മേൽ അവർക്ക് വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമോ? ക്യാപ് വെർദെക്കെതിരെ അനായാസ വിജയം സാധ്യമാണോ? കഴിഞ്ഞ വേൾഡ് കപ്പിൽ സൗദി അറേബ്യക്കെതിരെ അപ്രതീക്ഷിത പരാജയം സ്കലോണിയോ അർജന്റീൻ താരങ്ങളോ ഒന്നും മറക്കില്ല. എതിരാളികളെ കുഞ്ഞന്മാരായി കാണാൻ ഇത്തവണ സ്കലോണി തയ്യാറായേക്കില്ല. എല്ലാ അടവുകളും പയറ്റി എതിരാളികൾക്ക് സൂചി കുത്താൻ പോലും സ്പേസ് അനുവദിക്കാതെ തൻ്റെ തന്ത്രത്തിൽ കൃത്യമായ പ്ലാനിങ്ങുകൾ നടപ്പിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും സ്കലോണി ക്യാപ് വെർദെയെയും നേരിടാനെത്തുക. ഏതായാലും വേൾഡ് കപ്പിലെ ഏകദേശ ഫിക്സർ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇത്തവണയും കിരീടം നേടാൻ വലിയ സാധ്യതയാണ് കാണുന്നത്. മുന്നോട്ടുള്ള വഴികളിൽ തങ്ങളെപ്പോലുള്ള വമ്പന്മാരില്ല എന്നത് അർജന്റീന വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്യാപ് വെർദെയെ മറികടന്ന് അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് എത്തിയാൽ അവിടെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ തവണ അർജന്റീന തോൽപ്പിച്ച ഓസ്ട്രിയയാണ്, അല്ലെങ്കിൽ ഈജിപ്ത്. ഈ 2 ടീമുകളെ അർജന്റീനക്ക് അനായാസം മറികടക്കാനാകുമെന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുകയാണ്. ഓസ്ട്രിയയും ഈജിപ്തും അർജന്റീനയ്ക്ക് ഒരു വെല്ലുവിളിയായേക്കില്ല. ഇനി പ്രീ ക്വാർട്ടർ റൗണ്ടും കടന്ന് അർജന്റീന മുന്നോട്ട് കുതിച്ചാൽ ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയ, അല്ലെങ്കിൽ യൂറോപ്യക്കാരായ സ്വിറ്റ്സർലാൻഡോ ക്രൊയേഷ്യയോ ആയിരിക്കും. ഇതും ലോക ചാമ്പ്യന്മാർക്ക് വലിയ വെല്ലുവിളിയില്ലാതെ തന്നെ നേരിടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കലോണിയുടെ ഗെയിം പ്ലാനിന് മുന്നിൽ ഈ ടീമുകൾക്ക് പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിലയിരുത്തൽ. പിന്നെ സ്കലോണിക്കും കൂട്ടർക്കും വെല്ലുവിളി ഉയർത്തുക അത് സെമി ഫൈനലിൽ മാത്രമായിരിക്കും. അതിൽ ബ്രസീലോ ഇംഗ്ലണ്ടോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികളാകാൻ ഏറ്റവും സാധ്യത. ബ്രസീലിനേക്കാൾ കൂടുതൽ അപകടകാരികൾ ഇംഗ്ലണ്ട് തന്നെയാകും. ബ്രസീൽ വരികയാണെങ്കിൽ അർജന്റീനയ്ക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാകാനാണ് സാധ്യത. പിന്നെയുള്ളത് ഫൈനലാണ്. ഫൈനലിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഫ്രാൻസും സ്പെയിനുമാണ്. ഈ 2 ടീമുകളും ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളാണ്. ഇങ്ങനെയായിരിക്കും അർജന്റീന കിരീടം നേടാനുള്ള വഴികൾ. ഏതായാലും അർജന്റീനക്ക് ആദ്യ വഴികൾ ഏറെ എളുപ്പമാണ്. സെമി ഫൈനലിന് ശേഷം മാത്രമേ വലിയ എതിരാളികൾ വരുന്നുള്ളൂ. ഇങ്ങനെയെങ്കിൽ ഇത്തവണയും അർജന്റീന വേൾഡ് കപ്പ് നേടാനുള്ള വലിയ സാധ്യത തന്നെയാണ് കാണുന്നത്. വലിയ അട്ടിമറികൾ സംഭവിക്കില്ലെന്ന് തന്നെ കരുതാം. ഏതായാലും അർജന്റീനക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്ന വഴികളാണ് തെളിഞ്ഞു വരുന്നത്. ഇത്തവണ അർജന്റീന ലോക ചാമ്പ്യന്മാരാകുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.